ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിൽ സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പിറന്നാൾ റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളാണ്. പിറന്നാൾ ദിവസം ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് അല്ലെ പിറന്നാൾ ജന്മനക്ഷത്ര ദിവസം നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ പിറന്നാൾ റിലേറ്റഡ് നമ്മൾ ഇന്നു മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ട്. കാണാത്തവരുന്ന് ഈ വീഡിയോയ്ക്ക് ശേഷം ഒന്ന് എടുത്ത് കാണും കേട്ടോ. അപ്പം അന്നേ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ആഹാരം മതി എന്ന് നമുക്ക് പറയാൻ പാടില്ല എന്നും പറഞ്ഞിരുന്നു. അപ്പം അന്നേ ദിവസം ആഹാരം മതി എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ആ ആഹാരം മതി എന്ന് പറയാതെ നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. സോ അവർക്കറിയാം, അപ്പൊ അനുസരിച്ചുള്ള രീതിയിൽ അവർ വരുമ്പോഴും എന്നിട്ടും ആഹാരം എന്തെങ്കിലും വെച്ചുണ്ടെങ്കിൽ മൃഗത്തിനോ പൂച്ചയ്ക്കോ നൽകാവുന്നതാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അന്നേ ദിവസം പുറത്തുനിന്നുള്ള ആഹാരം ഒഴിവാക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കുക. അതുപോലെ മൂർച്ചയായ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുമെങ്കിൽ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അന്നേ ദിവസം കൈകാര്യം ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെരുന്നാൾ ദിവസം ചെയ്യാൻ പാടില്ല. വേണ്ട അന്നേ ദിവസം മൂർച്ചയായതുകൊണ്ട് കൈകാര്യം ചെയ്യുമ്പോൾ മുറിയുകയോ ചോര കാണുന്നതൊന്നും ഉത്തമമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് കേട്ടോ. അതേപോലെ തന്നെ അന്നേ ദിവസം മാംസം, അതുപോലെ തന്നെ മദ്യം, അങ്ങനെ ലഹരി പദാർത്ഥങ്ങളൊന്നും കഴിക്കാതിരിക്കുന്നതും ഉത്തമമാണ്. മത്സ്യമാംസവും കഴിക്കാതിരിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പുറത്തൊക്കെ എടുക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ അന്നേ ദിവസം ക്ഷൗരത്തിനൊന്നും പോകാതിരിക്കുന്നതും ഉത്തമമാണ്. എണ്ണ തേച്ച് കുളി അന്നേ ദിവസം അല്ല അന്നേ കൊള്ളവില്ലാത്തതാണ്. ഇതിപ്പോ പിറന്നാൾ ദിവസം മാത്രമല്ല, ആ ജന്മനക്ഷത്രം വരുന്ന ദിവസം ഇതൊക്കെ ചെയ്യാതിരുന്ന ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് എണ്ണ തേച്ചുള്ള കുളി, അതേപോലെ തന്നെ ക്ഷൗരം, ശ്രാദ്ധം, ഇതൊന്നും അന്നേ ദിവസം കൊള്ളുന്നതല്ല. ഏത് ജന്മനക്ഷത്ര ദിവസം ചെയ്യാൻ കൊള്ളുന്ന കാര്യങ്ങളല്ല. അതേപോലെ തന്നെ സീമന്തം, അതുപോലെ തന്നെ ശസ്ത്രക്രിയകള്, ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുക, അതേപോലെ തന്നെ പ്രത്യേകമായ കർമ്മങ്ങൾ ചെയ്യുന്നു, അതൊന്നും നമുക്ക് ഈ ജന്മനക്ഷത്ര ദിവസം അത്ര അനുയോജ്യമല്ല കേട്ടോ. അതുപോലെ തന്നെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യാതെ കിടക്കുകയാണ്, അന്നേ ദിവസം ചികിത്സ ആവശ്യമാണ്. നമ്മുടെ ഈ ലോജിക്കൽ അല്ലാതെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോയി അന്നേ ദിവസം ചികിത്സിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഓക്കെ, അതേപോലെ തന്നെ ഒരു യാത്ര ആരംഭം ഒന്നും ചെയ്യുന്ന ഉത്തമമായിട്ടുള്ള കാര്യമില്ല. അപ്പൊ യാത്ര അപ്പം പുണ്യ ദർശനം എങ്ങനെ നടത്തും, അതിനു വേണ്ടി പോവാം. അതുപോലെ വിവാഹം, അതൊന്നും ജന്മനക്ഷത്രമായ ദിവസം ചെയ്യുന്ന അത്ര ഉചിതമല്ല. ഉപനയനം, വാഹനാരോഹണം, സാഹസ്യമായ കർമ്മങ്ങള് അല്ലെങ്കിൽ സാഹസ്യ പ്രവൃത്തികള്, യുദ്ധം, ദൂരയാത്ര പോകല്, ഇതൊന്നും അനുയോജ്യമല്ല. അതുപോലെ തന്നെ എച്ചിന്റെ കാര്യം മറ്റു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര കാര്യങ്ങളൊന്നും എന്താണ് ജന്മനക്ഷത്രം വരുന്ന ദിവസം ഒന്നും ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമല്ല. ഒന്ന് ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളില് ജന്മനക്ഷത്ര ദിവസവും ചെയ്യാൻ പാടില്ല, ചില കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ഇപ്പം പിറന്നാൾ ദിവസം മാത്രം ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ, പിറന്നാൾ ദിവസം നിർബന്ധം ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ആഹാരം മതി എന്ന് പറയാൻ പാടില്ല. അന്നേ ദിവസം എണ്ണ തേച്ചുകൂടി പാടില്ല. എണ്ണ തേച്ചുകൂടി ജന്മനക്ഷത്രം വരുന്ന ദിവസം പാടില്ലാത്തതാണ് കേട്ടോ. അതേപോലെ തന്നെ മത്സ്യമാംസം കഴിക്കുന്നത്, മദ്യം കഴിക്കുന്നത്, അങ്ങനെ ലഹരി ഉപയോഗങ്ങൾ ഉപയോഗിക്കുന്നത്, അതൊക്കെ മോശമായിട്ടുള്ള ചീത്തയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചീത്തയായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഷേവ് ചെയ്യണം ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജന്മനക്ഷത്രം ഇല്ലാത്ത ദിവസം ചെയ്യാമല്ലോ, വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ മേക്ക് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. പറയുന്ന കാര്യം ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കും അതാണ് നല്ലത്, എനിക്കും അതാണ് പേഴ്സണലി നല്ലതെന്ന് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സോ അത് നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് കേൾക്കും, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ ഒന്ന് തുറന്നിട്ട് കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. സോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ വീഡിയോ നമ്മൾ സംസാരിച്ചത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുടെ താഴെ കമന്റ് ചെയ്യുക. ഇതിന്റെ തുടർന്ന് ഓരോ ആഴ്ചയിലും ഉണ്ടാകുന്ന ഫലം നമ്മൾ പറഞ്ഞു. അപ്പം ഞായറാഴ്ച, ചൊവ്വാഴ്ച, ശനിയാഴ്ച ദിവസങ്ങളിൽ പിറന്നാൾ വന്ന ദോഷമാണ്. സോ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. സോ ആ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അമർത്തുക കേട്ടോ. അപ്പൊ അതാത് വർഷം പിറന്നാൾ വന്നാളുടെ ഫലം ലഭിക്കുമ്പോൾ ഒരു ദിവസം തീർച്ചയായും മാറ്റം വരില്ല. സോ അതിനുശേഷം പിറന്നാൾ വരുമ്പോൾ ഏത് ദിവസത്തിലാണ് വരുന്നത് അനുസരിച്ച് ആ ഫലം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ആ ഒരു വർഷത്തിനുള്ളിൽ അനുഭവിക്കും എന്നാണ് പറയുന്നത്. സോ ആ ഞായറാഴ്ച, ശനിയാഴ്ച, ചൊവ്വാഴ്ച വന്നാൽ ഉണ്ടാവുന്ന ഫലത്തിന് എന്തൊക്കെ ദോഷപരിഹാര കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ലഘുവായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പൊ ചാനൽ സ്റ്റേ ട്യൂൺ ആയിരിക്കുക.
തുടർന്ന് ഇത് കൊടുത്ത വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണണമെങ്കിൽ ഫോളോ ചെയ്യുക, സുഹൃത്തുക്കൾ വീഡിയോ ഷെയർ ചെയ്യുക, ഡൗട്ട്സ് കമന്റ് ചെയ്യുക കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.